ആയുർവേദത്തിലെ പല സിദ്ധയോഗങ്ങളിലും മഞ്ഞൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. പണ്ട് മഞ്ഞളിൻ്റെ ഔഷധമൂല്യം നമ്മളുടെ ആചാര്യന്മാർ തിരിച്ചറിഞ്ഞിരുന്നു. മരുന്നായും പ്രസാദമായും ആഹാരമായും ഒക്കെ നമ്മളുടെ ഉള്ളിൽ ചെന്ന് പല അസുഖങ്ങളെയും ചെറുക്കുന്ന മഞ്ഞളിനെക്കുറിച്ച് തന്നെയാണ് ഇന്നത്തെ ജീവധാരയിലും പറയുന്നത്. നവജാത ശിശുക്കളിൽ പോലും നാം ഇന്ന് മഞ്ഞൾ വളരെയധികം ഉപയോഗപ്പെടുത്തുന്നു. ത്വക്ക് സംരക്ഷണത്തിനായും അതുപോലെ അണുസാംക്രമണം ഇല്ലാതിരിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് പച്ചമഞ്ഞളിനെ പല വിധത്തിലും നാം ഉപയോഗിക്കുന്നുണ്ട്. പച്ചമഞ്ഞൾ വടിക അരച്ച് വെണ്ണ കൂട്ടിച്ചാലിച്ച് കൊച്ചു കുഞ്ഞുങ്ങളിൽ പോലും മേൽ പുരട്ടുകയും അതുപോലെ മഞ്ഞളും ചെത്തിവേരും ഒക്കെ ഇട്ട് വെന്ത വെള്ളത്തിൽ കുളിപ്പിക്കുകയും ചെയ്യുന്ന പതിവുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളിൽ വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന ഒരു രോഗമാണ് നാവ് പൂക്കുക അല്ലെങ്കിൽ ചെറിയ ചെറിയ വായ്പുണ്ണുണ്ടാകുക. ഇങ്ങനെയുള്ള ഈ അവസ്ഥയിൽ പച്ചമഞ്ഞൾ കഴുകി വൃത്തിയാക്കി അത് ചതച്ച് അതിൻ്റെ നീരെടുത്ത് തേൻ ചാലിച്ച് നാവിലും കവിളിലുമെല്ലാം പുരട്ടുന്നത് ഈ വ്രണത്തെ മാറ്റുന്നതിനും അതുപോലെ നാവിലെ പൂപ്പൽ മാറ്റിയെടുക്കുന്നതിനുമൊക്കെ വളരെ സഹായകമാണ്. ഈ കുട്ടികളിൽ തന്നെ പച്ചമഞ്ഞൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗം ചൊറി ചിരങ്ങ് മുതലായ അവസ്ഥയിൽ ഈ പച്ചമഞ്ഞൾ ആര്യവേപ്പില ചേർത്ത് അരച്ച് മേൽ പുരട്ടുന്നതിനും അതുപോലെ പച്ചമഞ്ഞളും കടുക്കത്തുണ്ടും അത്തിത്തൊലിയുമെല്ലാം ഇട്ട് വെള്ളം വെന്ത് ആ വെള്ളത്തിൽ കുളിപ്പിക്കുന്നതുമൊക്കെ നാം സാധാരണമായിട്ട് പൂർവ്വകാലം മുതൽ ചെയ്തു വരുന്ന ഒരു സമ്പ്രദായമാണ്. ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നത് ഈ പച്ചമഞ്ഞളിൻ്റെ വൃണരോപണ ശക്തിയും അതുപോലെ അസുഖങ്ങൾ ഉണ്ടാവാതെ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാകാതെ സംരക്ഷിക്കുന്നതിനുമൊക്കെയുള്ള ഈ പച്ചമഞ്ഞളുടെ ആ കഴിവിനെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. രക്തപ്രസാദകവും രക്തവർദ്ധകവുമാണ് മഞ്ഞൾ. രക്തക്കുറവ് തുടങ്ങിയ രോഗങ്ങൾക്ക് സിദ്ധൌഷധമാണിത്. ഗർഭാശയശോധകവും സ്തന്യശോധകവും, അതായത് മുലപ്പാൽ ശുദ്ധീകരിക്കുന്നതുമാണ് മഞ്ഞൾ. പഴകിയ വ്രണങ്ങളിൽ മഞ്ഞൾ പുകയേൽപ്പിച്ചാൽ വേഗമുണങ്ങും. പച്ചമഞ്ഞൾ വേപ്പില സമം അരച്ചിടുന്നത് പല ചർമ്മരോഗങ്ങളെയും ശമിപ്പിക്കും. വിഷജന്തുക്കൾ കടിച്ചാലും മഞ്ഞൾ അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. നമ്മുടെ റെസിസ്റ്റൻസ് പവർ കൂട്ടാൻ വളരെയധികം സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ നിസ്സാര കാരണങ്ങൾ ഉണ്ടാകുന്ന അലർജി, ഇന്നിപ്പോൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു വാക്കാണ് അലർജി. ഈ അലർജിക്ക് മഞ്ഞൾ വളരെയധികം എഫക്റ്റീവാണ്. ഇപ്പോൾ കാലത്ത് എണീക്കുമ്പോൾ തുമ്മൽ, അല്ലെങ്കിൽ മൂക്കുന്ന് വെള്ളം വരിക, എന്ന് വളരെയധികം ജസ്റ്റ് ഒരു ക്ലൈമാറ്റിക് ചേഞ്ച് കൊണ്ട് പറയുന്ന, ഇപ്പോൾ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ പോയാൽ അല്ലെങ്കിൽ ബാംഗ്ലൂർ തമിഴ്നാട്ടിൽ പോയാൽ ആ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് പെട്ടെന്ന് നമുക്ക് വരുന്ന ഒരു അസുഖമാണ് ഈ അലർജി. കാലത്ത് എണീക്കുമ്പോൾ തുമ്മൽ, ജലദോഷമൊക്കെ. അതിന് മഞ്ഞൾ വളരെയധികം ഫലപ്രദമാണ്. ഈ ഹരിദ്രാഖണ്ഡം മുതലായിട്ടുള്ള മരുന്നുകൾ കാലത്ത് കഴിക്കുന്ന രാത്രി കഴിക്കുന്നതൊക്കെ ഇത്തരം അലർജി കേസുകളിൽ വളരെ ഫലം കണ്ടിട്ടുണ്ട്. പല ഭഗവതി ക്ഷേത്രത്തിലും പ്രസാദമായി നൽകുന്ന കുങ്കുമത്തിലെ പ്രധാനപ്പെട്ട ഘടകം മഞ്ഞളാണ്. മഞ്ഞളും ചുണ്ണാമ്പും ചേർന്നാണ് ഈ കുങ്കുമം ഉണ്ടാക്കുന്നത്. ഗുരുതി മുതലായ കർമ്മങ്ങളിലും മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. സർപ്പക്കാവുകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പൂജാദ്രവ്യമാണ് മഞ്ഞൾ. ഭാരതീയമായ പൂജകൾക്കായുള്ള പത്മമിടുമ്പോഴും സർപ്പംപാട്ട് അല്ലെങ്കിൽ കളമെഴുത്ത് തുടങ്ങിയ അനുഷ്ഠാനങ്ങളിലും കളങ്ങളിൽ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. പഞ്ചവർണ്ണപ്പൊടി ഉപയോഗിച്ചാണ് കളമെഴുത്തുന്നത്. ഉമിക്കരി പൊടിച്ചുണ്ടാക്കുന്ന കരിപ്പൊടി, ഉണക്കലരി പൊടിച്ചുണ്ടാക്കുന്ന വെള്ളപ്പൊടി, മഞ്ചാടിയില ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന പച്ചപ്പൊടി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർത്ത് തിരുമിയുണ്ടാക്കുന്ന ചുവപ്പുപൊടി, ഇവയാണ് കളമെഴുതാൻ സാധാരണയായി ഉപയോഗിക്കുന്നത്. മഞ്ഞളിടുന്നതുകൊണ്ട് ഈ പരിസരങ്ങളുടെ ശുദ്ധീകരണം നമ്മൾ അറിയാതെ തന്നെ നടക്കുന്നുണ്ട്. പൂജയ്ക്കായുള്ള പത്മമിടുന്നതിനും കളമെഴുതുന്നതിനും എന്ന് വേണ്ട മിക്ക അനുഷ്ഠാനങ്ങൾക്കും മഞ്ഞൾ ഉപയോഗിക്കുന്നുണ്ട്. മികച്ച ഒരു രോഗാണുസംഹാരി എന്ന നിലയിൽ കൂടിയാണിത്. നിറത്തിനു വേണ്ടിയാണ് മഞ്ഞൾ ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മളെല്ലാവരും ധരിച്ചിരുന്നത്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള ഒരു ഔഷധ രഹസ്യം കൂടി ഉണ്ട് എന്നുള്ളത് നാം പലരും അറിഞ്ഞിരുന്നില്ല. പൂജാകർമ്മങ്ങളിൽ ഉപയോഗിക്കുന്നതെല്ലാം സാമാന്യമായിട്ട് ഔഷധ മൂല്യമുള്ള, ഇപ്പോൾ ചെത്തിപ്പൂവ്, ചെമ്പരത്തിപ്പൂവ്, ഇതൊക്കെ തന്നെ രക്തശുദ്ധി ഉണ്ടാക്കുന്നതും ഈ മറ്റേ പല ഇൻഫെക്ഷൻസ് പലതരത്തിലുള്ള ചുറ്റുപാടുകളിലൊക്കെ വരാൻ
ഇടയുള്ളതായ രോഗസംക്രമണ അതിനൊക്കെ പരിഹാരമായിട്ടാണ്. പണ്ട് കാലത്ത് പല രോഗങ്ങളും വരാറില്ല. അതിന് കാരണം ഇതെല്ലാം പൂജയ്ക്കും മറ്റുള്ള കാരണം ഉപയോഗിച്ചിരുന്നതുകൊണ്ടാണ്. ഇപ്പോൾ പരിഷ്കാരത്തിൽ അതിൻ്റെ ഫലമായിട്ട് ആ ഗുണങ്ങളൊന്നും ഇല്ലാണ്ടായി. വേറൊരു കാര്യം കൂടെ, മഞ്ഞൾ തന്നെ കൃത്രിമമല്ലാണ്ട് ശരിക്കും മഞ്ഞൾ തന്നെ കിട്ടാണ്ടായി. ഈ മഞ്ഞൾ നിത്യം ഉപയോഗിക്കുന്ന ഒരാളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിന് ഈ എകൃത്ത് പ്ലീഹ മുതലായിട്ടുള്ള അവയവങ്ങളുടെ ബലം ആ രോഗങ്ങളൊക്കെ ശമിക്കുന്നു. മാത്രമല്ല എകൃത്ത് പ്ലീഹ എന്ന് പറഞ്ഞാൽ രക്തം ഉണ്ടാവുന്ന അവയവങ്ങളാണ്. അതൊക്കെ അപ്പോൾ വിഷങ്ങളൊക്കെ ശമിപ്പിക്കുന്നത് എകൃത്തിലെയും പ്ലീഹയിലെയും സെക്രേഷൻസാണ്. അപ്പം മഞ്ഞൾ അത്തരത്തിലെല്ലാം വളരെയധികം പ്രയോജനകരമായിട്ടുള്ള സംഗതികളാണ്. പിന്നെ ഇപ്പോൾ ഭഗവതി ക്ഷേത്രങ്ങളിലെല്ലാം പ്രസാദമായിട്ട് തൊടാൻ തരുന്നത് മഞ്ഞളാണ്. അത് അഗ്നിശുദ്ധി, അതിപ്പോൾ അതിന് ഒരു ദിവ്യമായ പ്രഭാവമുണ്ട് എന്നുള്ള വിശ്വാസം, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഔഷധമൂല്യം തന്നെയായിരിക്കും പ്രധാനമായ ഒരു കാരണം.